ഹാപ്പി ഓണം അന്ന. ആഹാ, ഇത് എന്തൊക്കെയാ എന്നെ കുട്ടിയുടെ കയ്യിലെ? സ്കൂളിൽ നിന്ന് കിട്ടിയതാ? അന്ന, ഇന്ന് മുതൽ നിനക്ക് വെക്കേഷൻ തുടങ്ങല്ലേ? ഇനി 10 ദിവസം പകല് നീ ഫ്ലാറ്റിൽ തനിച്ചാണെന്നുള്ള ഓർമ്മ വേണം. അമ്മയ്ക്കാണെങ്കിൽ ഒരു ദിവസം പോലും ലീവ് കിട്ടില്ല, അത്രയ്ക്ക് ജോലി തിരക്കുണ്ട്. പിന്നെ വന്ന പാടെ ഫ്രിഡ്ജ് തുറന്നൊന്നും എടുത്തേക്കരുത്. കുടിക്കാനുള്ള പാല് ഞാൻ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്, മറക്കാതെ എടുത്ത് കുടിക്കണം. സ്കൂളിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് കുറെ സ്വീറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ, എല്ലാം കൂടെ വാരി വലിച്ച് കഴിച്ചേക്കരുത്. വെറുതെ ഇരിക്കുന്ന നേരത്ത് നിന്റെ കസീനിയുടെ ഫെബിന്റെ ഫ്ലാറ്റിലൊക്കെ ഒന്ന് പൊയ്ക്കൂടെ അന്ന? നീ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ടാ അവർ നിന്നോടും കൂട്ടുകൂടാത്തത്. Nemo? Dory? Nemo! Nemo! I'm coming, Nemo! Nemo! Oh, thank goodness. It's all right, son. It's going to be okay. എന്താ അന്ന ഇത്? ഈ ലൈറ്റ് ഒക്കെ നിനക്കൊന്ന് ഇട്ടൂടെ? ഓഹോ, സ്കൂളിൽ നിന്ന് എത്തി അതേപടി തന്നെ അല്ലേ? നീ എന്താ ഉറങ്ങായിരുന്നോ? എത്ര നേരമായിട്ട് ഞാൻ ബെല്ലടിക്കുന്നു. അതങ്ങനെ അനുസരണ എന്ന് പറയുന്ന 7 അയലത്തോടെ പോയിട്ടില്ലല്ലോ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്നാൽ യൂണിഫോം അഴിച്ചിടണമെന്ന്. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് കേട്ടോ. എന്തു പറഞ്ഞാലും ഒരു നഖം കടി. ഇവിടെ ഇരിക്കും. എന്റെ മോള് പിന്നെ ഇത് തന്നെ എടുത്തു കുടിച്ചു അല്ലേ? ദാ, ഈ വെക്കേഷൻ തീരുന്നത് വരെ വായിക്കാനും വരയ്ക്കാനും ഉള്ളതുണ്ട്. ഹാപ്പി ആയോ? ഇനി പറഞ്ഞേ, അന്നക്കുട്ടിക്ക് സ്കൂളിൽ നിന്ന് എന്തൊക്കെ കിട്ടി? ഒന്നും കിട്ടിയില്ല. അത് നോണ, ഒന്നും തരാതെ നിന്റെ ടീച്ചേഴ്സ് വിടില്ലല്ലോ. ശരി ശരി, മോള് പോയി ഡ്രസ്സൊക്കെ മാറി വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴത്തേക്കും അമ്മ മോക്ക് കഴിക്കാൻ എടുത്തു വെക്കാം. ഓക്കെ? ചെല. എന്റെ മോളെ, അമ്മ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അമ്മ വരുന്നത് വരെ മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ തന്നെ ഇരുന്നോണം. ഒറ്റയ്ക്ക് പുറത്തേക്കെങ്ങും ഇറങ്ങിയേക്കല്ലേ. എന്താവശ്യമുണ്ടെങ്കിലും താഴെ ദീപാന്റിയോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാം ആന്റി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ പാലുകാരൻ വരുമ്പോ ദാ ഈ പൈസയും കൊടുത്തേക്കണം.
ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? പലരും വരുമ്പോ പൈസ കൊടുക്കണം. അമ്മ ഇറങ്ങ. ബൈ. ദീപാന്റിയോട് ഞാൻ ചോദിച്ചതാ ഈ 10 ദിവസത്തേക്ക് നിനക്ക് ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന്. ഏർപ്പാടാക്കാൻ ഏറ്റതാ. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് മാത്രം വിശ്വസിച്ച് ഒരാളെ കിട്ടാനാ പാട്. എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, മോളെങ്കിലെ മൈൻഡ് ചെയ്യാഞ്ഞോണ്ട് അങ്കിൾ ഒരു ചെറിയ പണി പറ്റിച്ചെന്നേ ഉള്ളൂ. മോളിങ്ങി വാ. അങ്കിൾ അടുത്ത ഫ്ലാറ്റിൽ പുതുതായി താമസണമെന്നാ ഇപ്പൊ അങ്കിൾ വന്നത് ഒരു ചെറിയ കാര്യത്തിന്. എന്ത് കാര്യം? അങ്കിളിന് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഒന്ന് വേണം. വായിച്ചു കഴിഞ്ഞ് തിരികെ തരാം. താങ്ക് യു. മോള് പേര് പറഞ്ഞില്ല? അന്ന. അന്ന, നൈസ് നെയിം. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ഓ, സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ഞാനിവിടെ ഒറ്റയ്ക്കാ. മോൾക്ക് ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? ഇതേ മോക്ക് തരാൻ വാങ്ങിയതാ. വാങ്ങിച്ചോ. ആ, പാവയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടായോ? ഓക്കേ. മോൾ ഇന്നലെ ഇത് കഴിച്ചുകൊണ്ടല്ലേ ഇവിടെ വന്നത്? അങ്കിൾ അപ്പോഴേ മോളെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ സ്കൂളിൽ നിന്ന് കിട്ടിയതാ. അമ്മ ഇതറിഞ്ഞ എന്നെ ശരിക്കും വഴക്ക് പറയും. ഞാൻ വലിയ മധുരക്കാരിയാണെന്നാ അമ്മ പറയുന്നേ. എന്നിട്ട് മോളുടെ അമ്മ എവിടെ? ഓഫീസിൽ പോയി. അമ്മ ആർക്കിടെക്റ്റാ. എന്താ അമ്മയുടെ പേര്? ആലീസ്. മോളുടെ പപ്പ ഗൾഫിലാ. അവിടെയാ പപ്പയ്ക്ക് ജോലി. വലിയ ജോലിയാ. ആ, അപ്പോൾ ഈ വെക്കേഷൻ മുഴുവൻ മോൾ ഇവിടെ തനിച്ച്. അങ്കിൾ, മോൾക്ക് ഇനിയും ചോക്ലേറ്റ് വേണോ? എന്നാ അങ്കിള് നാളെ വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. നാളെ നാളെ അങ്കിൾ വരുമ്പോ വേറെ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരോ? മോൾക്ക് ഏത് ചോക്ലേറ്റാ വേണ്ടേ? നമ്മൾ ഈ കടയിലൊക്കെ കാണൂല്ലേ കുഞ്ഞു ടോഫി? അത്രയും ചെറുത് മതി? അതിന്റെ വലിയ ബോക്സ് ചെയ്യത്തില്ലേ, അത് മതി. ആഹാ, താനാണ് കൊള്ളാവല്ലോ. അതാവുമ്പോ നിറയെ ഉണ്ടാവും. അമ്മ കാണാതെ ഞാൻ പാത്ത് വെച്ചോളാം. എന്നാ അങ്കിൾ ഇറങ്ങട്ടെ? അങ്കി, നാളെ അമ്മ പോയി കഴിഞ്ഞേ വരാവുള്ളൂ.
കുറച്ചു മുമ്പ് ഗ്രേസി ടീച്ചർ വിളിച്ചിരുന്നു. ഗ്രേസി നിന്റെ ക്ലാസ് ടീച്ചർ മാത്രമല്ല, നമ്മുടെ റിലേറ്റീവ് കൂടെ ആണെന്ന് ഓർമ്മ വേണം. നിന്റെ എക്സാം പേപ്പർ നോക്കിയെന്ന്. കഷ്ടിച്ച് ഫെയിൽഡ് ആയില്ലെന്നേ ഉള്ളൂ. സന്തോഷമായി കാണുമല്ലോ നിനക്ക്. ഇനിയിപ്പോ ബാക്കി സബ്ജക്റ്റിന്റെ കാര്യമൊക്കെ കണക്കായിരിക്കും. ഗ്രേസി അവിടെ ഉള്ളത് കൊണ്ടാണ് നിന്നെ ആ സ്കൂളിൽ തന്നെ വിടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇതിപ്പോ നാണക്കേടായി. വന്ന് എനിക്ക് നിന്നെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തോളൊന്നുമല്ലല്ലോ. പഠിക്കില്ല, അത് തന്നെ. എപ്പോഴും ഇങ്ങനെ ചടഞ്ഞുകൂടി എവിടെങ്കിലും അങ്ങ് ഇരുന്നോളൂ. ഈ പോക്കാണെങ്കിലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എല്ലാ വിവരവും ഞാൻ നിന്റെ പപ്പയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത്? മതി. എന്നോടുള്ള വാശിക്ക് കഴിക്കാതിരിക്കണ്ട. അതുകൊണ്ടല്ല, മതിയായിട്ടാ. ഈ പോക്കാണെങ്കിലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എല്ലാ വിവരവും ഞാൻ നിന്റെ പപ്പയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അന്നമോളെ, ഇന്ന് ഒത്തിരി ലേറ്റായി. ഇന്ന് അമ്മയ്ക്ക് സൈറ്റിലും കൂടെ പോണം. അവിടെ എത്താൻ ഒരു 5 മിനിറ്റ് വൈകിയാ മതി. അപ്പ കേക്കാം. മോളെ, കഴിച്ചു കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചേക്കണേ. ബൈ. ബൈ. ഹലോ അങ്കിൾ, അമ്മ പോയി. വേഗം വാ. മുയലിന്റെ പാട്ടിന് പോയി. അയ്യോ, പാവം മുയല്. അങ്കിൾ, ഇനി വേറെ ഒരു കഥ പറയാം അങ്കിൾ. ഇപ്പൊ തന്നെ ഇത് എത്രാമത്തെയാ? എന്നാ ഇനി മോളൊരു കഥ പറയട്ടെ. ആഹാ, കൈ സ്റ്റോക്ക് ഉണ്ടായിട്ടാണോ അങ്കിളിനെ കൊണ്ട് പറയിച്ചേ? അങ്കിളിന് നെയിം ഓഫ് ഫിഷിന്റെ കഥ അറിയാമോ? ഇംഗ്ലീഷ് മൂവിയാ. ഇല്ല. അയ്യോ, ഈ അങ്കിളിന് ഒന്നും അറിയില്ല. നിമോയ്ക്ക് നിമോയുടെ ഡാഡിയെ എന്ത് ഇഷ്ടാന്നറിയാമോ? നിമോയുടെ ഡാഡിക്ക് നിമോയെ തിരിച്ചു. മോൾക്കും അങ്ങനെയാ. പക്ഷേ അങ്കിളിന് അറിയില്ല, മോളുടെ പപ്പയും അമ്മയും പിടക്കത്തില്ല. സത്യ, ക്ലാസ്സിലുള്ളവരെന്നെ കളിയാക്കാറുണ്ടല്ലോ, പപ്പയും അമ്മയും പിണങ്ങി നിൽക്കാന്ന് പറഞ്ഞ്. എന്നിട്ടും അമ്മ എന്നെ പറ്റിക്ക. പപ്പ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, മോടെ വെറും തോന്നലാവും, അങ്ങനൊന്നും ഉണ്ടാവില്ല. അല്ല അങ്കിൾ, മോൾക്കറിയാം. അല്ലെങ്കിൽ പിന്നെ പപ്പയ്ക്ക് മോളോട് ഫോണിൽ സംസാരിച്ചൂടെ? അമ്മയെ പേടിച്ചിട്ടാ പപ്പ ഇങ്ങോട്ട് വിളിക്കാത്തത്. പക്ഷെ മോൾക്ക് പപ്പയോട് ഒരു പിണക്കമില്ല. പപ്പയ്ക്ക് മോള് വലിയ ഇഷ്ടാ. അതെങ്ങനെയാ മോൾക്ക് മനസ്സിലായെന്നറിയോ? മോളുടെ എല്ലാ ബർത്ത്ഡേക്കും പപ്പ ഒരു ഗിഫ്റ്റ് ആയി തരും. ആ ഗിഫ്റ്റ് നിറയെ ലില്ലിപ്പൂക്കളാ. ലില്ലിപ്പൂക്കളോ? പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ ലില്ലിപ്പൂക്കള്. നാളെ മോൾക്ക് ആ ഗിഫ്റ്റ് കിട്ടും. നാളെയാ മോളുടെ ഹാപ്പി ബർത്ത്ഡേ.
ആഹാ, എന്നിട്ടാണോ അങ്കിളിനോട് ഇതുവരെ പറയാതിരുന്നത്? ഇന്ന് നാളെ അങ്കിൾ നേരത്തെ വരുമോ? വന്നാൽ അങ്കിളുടെ മുന്നിൽ വെച്ച് ആ ഗിഫ്റ്റ് തുറക്കത്തുള്ളൂ. ഓക്കെ, സമ്മതിച്ചു. ഹലോ, താങ്ക് യു ടീച്ചർ. അമ്മ ഇറങ്ങാൻ തുടങ്ങാ. ശരി, ഞാൻ പറയാം. ആരാ? ഗ്രേസി ടീച്ചറാ. ബർത്ത്ഡേ വിഷയം വിളിച്ചതാ. ഇന്ന് അമ്മ നേരത്തെ എത്താം. വരുമ്പോഴത്തേക്ക് നീ റെഡി ആയിട്ടിരുന്നോണം. കേക്ക് മുറിച്ചു കഴിഞ്ഞ് നമ്മൾ ഔട്ടിങ്ങിന് പോന്നു. രാത്രി ഡിന്നറും പുറത്തു വന്നു. ഓക്കെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്കിൾ ലേറ്റ് ആയതുകൊണ്ടാണോ മോളിങ്ങനെ മുഖം വേർപ്പിച്ചിരിക്കുന്നത്? അത് പിന്നെ അങ്കിളിന് ഓഫീസില് ഒന്നും കേക്കണ്ട. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഒന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതോ ഇനി പപ്പയുടെ ഗിഫ്റ്റ് വരാത്തോണ്ടാണോ? പപ്പയുടെ ഗിഫ്റ്റ് മോൾക്ക് എപ്പോഴേ കിട്ടി? അങ്കിൾ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ? അങ്കിൾ വന്നിട്ട് ഗിഫ്റ്റ് തുറക്കുമെന്ന് പറഞ്ഞതല്ലേ? സോറി ബാബേ. അങ്കിൾ, മോൾ ഇപ്പൊ വരാമേ. അങ്കിൾ, വേഗം തുറക്കങ്കിൾ. അങ്കിൾ വേഗം തുറക്കങ്കിൾ. കാണാൻ കൊതിയായി. ഹായ്. മോളുടെ ലില്ലിപ്പൂക്കൾ. മോളുടെ എല്ലാ ബർത്ത്ഡേക്കും പപ്പ ഇത് അയച്ചു തരുമല്ലോ. മോള് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പപ്പ ഇത് അയച്ചു തരുമോ? അങ്കിൾ ഇതുവരെ മോളുടെ പപ്പയെ കണ്ടിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്. ആഹാ, അമ്മയുടെ അന്നക്കുട്ടി റെഡി ആയിട്ട് നിൽക്കാണല്ലോ. ഇനി നമുക്ക് സമയം കളയണ്ട, കേക്ക് കട്ട് ചെയ്യാം. എന്താ? വാ. അന്ന, അന്നമോളെ, അന്ന.
നിനക്ക് എന്തു പറ്റി? എന്തിനാ ഇപ്പോ മോള് പപ്പയുടെ ഫോട്ടോ എടുത്തത്? പപ്പ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പപ്പ ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എന്താ ഈ പറയുന്നേ? ഉണ്ടായിരുന്നല്ലോ. പപ്പ എവിടെയാ പപ്പ? എന്റെ മോളെ പറ്റിക്കല്ലേ പപ്പ? വിളിച്ചിരിക്കാതെ വേഗം വാ. മോളെ, എവിടെയാ നീ ഓടുന്നത്? മോളെ, പപ്പ വാതിൽ തുറക്ക് പപ്പ. മോളെ. എന്റെ മോളെ വിളിക്കുന്നേ. എന്താ നീ കാണിക്കുന്നേ? ഇല്ല പപ്പ. വാ പപ്പ. പപ്പയുടെ അന്റെ മോളല്ലേ വിളിക്കുന്നത്. അന്റെ പപ്പ മോളെ. വാതിൽ തുറക്ക്. മോളെ. മോളെ, നീ എന്തൊക്കെ കാണിക്കുന്നത്? അമ്മ വന്നതുകൊണ്ട് പപ്പ വാതിൽ തുറക്കാത്തത്. പപ്പ. അന്ന, എന്താ എന്ത് പറ്റി മാഡം? എന്റെ പപ്പ എവിടെ താമസിക്കുന്നേ? അതിന് മോളെ ഇവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ലല്ലോ. നുണ പറയുന്നതാ. ഞാൻ കണ്ടതല്ലേ പപ്പയെ. അന്നക്കുട്ടി, തുറക്ക് പപ്പ. മോളെ. ആ മാർവാടികൾ പോയ ശേഷം ഇത് ഒഴിഞ്ഞു കിടക്കാം മാഡം. 3 മാസമായി. അന്ന, അന്ന നിൽക്കവിടെ. അന്ന. അന്ന, അമ്മാവ ഇത് നോക്ക്. പപ്പ എനിക്ക് തന്ന ഗിഫ്റ്റുകളായത്. അയ്യോ, ഞാൻ ഇപ്പൊ കണ്ടതാണല്ലോ. ഞാനിപ്പോ കണ്ടതാമ്മ. ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. അമ്മ, പപ്പ തന്നതൊന്നും കാണുന്നില്ല. നിനക്ക് എന്ത് പറ്റി മോളെ? അന്നക്കുട്ടി, നിനക്ക് എന്ത് പറ്റി? മോളെ. അന്ന. പേടിക്കണ്ട, ഇപ്പോൾ ചെറിയൊരു മയക്കത്തില്ല. അത് വിട്ടുണരുമ്പോൾ ഷീ വിൽ ബി ഫൈൻ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില മാറ്ററുകൾ അറിയണമെന്നുണ്ട്. അന്നയുടെ പപ്പ
ജീവിച്ചിരിപ്പില്ല. മോൾക്ക് 1 വയസ്സുള്ളപ്പോഴ് അന്ന് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ വെച്ച് ഒരു സഡൻ സ്ട്രോക്ക്. അദ്ദേഹം പോയതിനു ശേഷം മോളെയും കുട്ടി ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ അന്ന ഈ വിവരം ഇല്ല ഡോക്ടർ. അവളുടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം തിരിച്ചറിയുമെന്നറിയാമായിരുന്നിട്ടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. സത്യത്തിൽ അന്നയുടേത് ഒരു രോഗമോ രോഗലക്ഷണമോ അല്ല. അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അവളുടെ പപ്പ. ഫ്ലാറ്റിൽ അവൾ തനിച്ചുള്ള നേരത്ത് മാത്രം വന്നിരുന്നതായും ഇത്രയും ദിവസം അവൾ പപ്പയോട് സംസാരിച്ചിരുന്നതും എല്ലാം അവളുടെ ഓരോ മായ കാഴ്ചകളായിരുന്നു. ഒരുതരം ഹാലൂസിനേഷൻ. ഇനി അതല്ല, ഒരാൾ ആ ഫ്ലാറ്റിൽ വന്നു എന്ന് തന്നെ സങ്കല്പിക്കാം. മുമ്പെങ്ങും പരിചയമില്ലാത്ത ആ വ്യക്തിയിലൂടെ അവൾ അവളുടെ പപ്പയാണ് കണ്ടതെങ്കിൽ, അല്ല, അതിനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ തൽക്കാലം അതിനൊരു ലീസ്റ്റ് ചാൻസ് ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്നിട്ടും ഒരു സംശയം മാത്രം ബാക്കി. അന്നയുടെ മനസ്സിൽ അവളുടെ പപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ ബർത്ത്ഡേക്കും പപ്പ അവൾക്ക് അയച്ചു കൊടുക്കാറുള്ളൊരു ഗിഫ്റ്റാണ്. അത് സത്യവുമാണ്. അതെ, എല്ലാ വർഷവും അവളുടെ പപ്പയുടെ പേരിൽ ഞാൻ തന്നെയാ അവൾക്കത് അയച്ചു കൊടുക്കുന്നത്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ലില്ലിപ്പൂക്കൾ അവളുടെ പപ്പയ്ക്ക്. ഒരമ്മ നൽകുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മുഖ ആലിസി കാട്ടിത്തന്നത്. ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്നും നാം മറച്ചുവെക്കുന്ന ചില സത്യങ്ങൾ, അത് ക്രമേണ അവരെ പിൽക്കാലത്ത് തെറ്റായ ചില സങ്കല്പങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോഴേക്കും അന്നയെ മടക്കിക്കൊണ്ടുവരാൻ ആലിസിന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവളുടെ പപ്പ ജീവിച്ചിരിപ്പില്ല എന്നുള്ള സത്യം തുറന്നു പറയേണ്ട റെസ്പോൺസിബിലിറ്റി ഇനി ആലിസിന് മാത്രമാണ്. എങ്കിൽ മാത്രമേ ചുറ്റുമുള്ള ലോകത്തെ അവൾക്ക് പ്രാക്ടിക്കലായി സമീപിക്കാനാവൂ, കാണാനാവൂ. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടത് ഒരമ്മയുടെ കടമയും കൂടിയാണ്.
പപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനല്ലേ പപ്പയ്ക്ക് തിരികെ കൊടുക്കേണ്ടത്?